പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതം വസുന്ധരയെക്കുറിച്ചുള്ള എല്ലാ സത്യവും മനസ്സിലാക്കിയ ശേഷം വീട്ടിൽ വന്ന് വസുന്ധരയോട് നന്നായിട്ട് തന്നെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ വസുന്ധര അപ്പോഴും ഗൗതമിനോട് തർക്കിച്ച് നിൽക്കുകയാണ് കേട്ടോ. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. നിധിയെ നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ നിനക്കത് നല്ലതാണ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഗൗതമൻ അങ്ങ് ദേഷ്യം വരികയാണ്. എന്തറിഞ്ഞിട്ടാണ് അമ്മ സംസാരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ നിന്നും നിധിയെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് സന്തോഷമാണ് ഉള്ളത്? ഞാൻ നിധിയോടൊപ്പം ജീവിക്കുന്നതിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. വസുന്ധര പറയണേ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഇവളുടെ കൂടെ നീ ജീവിക്കുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അമ്മ എന്തിന് എൻ്റെ നിധിയെ ഇഷ്ടപ്പെടണം? എനിക്ക് മാത്രം മതി നിധിയെ ഇഷ്ടപ്പെടലും അവളുടെ കൂടെ ജീവിക്കുന്നതും ഞാനല്ലേ. അതുകൊണ്ട് അമ്മ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയണേ. അപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചത് തന്നെ, എന്നിട്ട് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലല്ലോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഗൗതം പറയാണ്, അതിന് അമ്മ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യവും, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം തന്നെ അമ്മ നടത്തി തരികയും ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് നിധിയെ എനിക്ക് ഇഷ്ടമായിട്ട് അതിന് അമ്മ തടസ്സം നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വസുന്ധര പെട്ടെന്ന് അങ്ങ് ഉത്തരം മുട്ടി പോവുകയാണ്. അമ്മയ്ക്ക് എന്താ ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴൊക്കെ വസുന്ധര മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഗൗതം പറയണം, എന്നാൽ ഞാൻ ഒരു ചോദ്യം കൂടി അമ്മയോട് ചോദിക്കട്ടെ. നമ്മുടെ കുടുംബം തകർച്ചയിലാവണം എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു വീഴണമെന്ന് ആഗ്രഹിക്കുന്ന ആ CK ചന്ദ്രബോസുമായിട്ട് എന്തിനാണ് അമ്മ കൂട്ടുകൂടിയത്? എന്തിൻ്റെ പേരിലാണെങ്കിലും അമ്മ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു ജപ്പാൻ ടെൻഡർ. അത് അമ്മയ്ക്ക് കൂടി അറിയാമായിരുന്നു. എന്നിട്ട് അറിഞ്ഞുകൊണ്ട് അമ്മ CK ചന്ദ്രബോസുമായി കൂട്ടിക്കൂടി എന്നെ തകർക്കാൻ വേണ്ടി നോക്കിയില്ലേ? അതിനമ്മയ്ക്ക് എന്താ ഉത്തരമില്ലേ എന്ന് ചോദിക്കാട്ടോ. ആ സമയത്ത് വസുന്ധര പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ജപ്പാൻ ടെൻഡറിൻ്റെ പിറകിൽ കളിച്ചത് ഞാനാണെന്ന് പോലും ഗൗതം മനസ്സിലാക്കി എന്നുള്ള ആ ഒരു സത്യം അറിഞ്ഞതോടുകൂടി വസുന്ധര പിന്നെ അവിടെ അങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ. കേട്ടോണ്ട് നിൽക്കുന്ന പാറുവും ഗോപിനാഥൊക്കെ തരിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് പാറു ചോദിക്കുകയാണ്, വസു, ഇനി ഇതൊക്കെ ചെയ്തത് കൊണ്ട് നിനക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? നീ എന്താ നമ്മുടെ കുടുംബം എന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നമ്മുടെ കുടുംബം തകർച്ചയിലേക്ക് പോവാനാണോ നീ ആഗ്രഹിക്കുന്നത്? അതിനു വേണ്ടിയിട്ടാണോ പ്രണവിനെ കൊണ്ട് ശിവാനിയെ കല്യാണം കഴിപ്പിക്കുന്നത്? നിനക്കറിയാവുന്നതല്ലേ ശിവാനിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്? നീ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് പ്രണവിനെ ഇങ്ങനെ ഒരു പടുകുഴിയിലേക്ക് ചാടിക്കുന്നത് എന്ന് ചോദിക്കട്ടെ. അപ്പോൾ വസുന്ധര പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, ശിവാനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആകെ ഒരേ ഒരു ആളാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. ഈ നിധി വന്നു കയറിയ ശേഷം നിങ്ങൾ ആരും തന്നെ എൻ്റെ വാക്കിനും എന്നെയും ഒരു വില പോലും കൽപ്പിക്കുന്നില്ല. ശിവാനി മാത്രമാണ് ഞാൻ പറയുന്ന എല്ലാതും അനുസരിക്കുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ബലത്തിനാണ് ഞാൻ ശിവാനിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറയട്ടെ. അപ്പം നിധി പറയുന്നുണ്ട്, മേഡത്തിൻ്റെ വെറും തെറ്റിദ്ധാരണയാണ്. മേഡത്തിനെ ഈ വീട്ടിലുള്ളവർക്ക് ആർക്കു തന്നെയും അവഗണിക്കുന്നുമില്ല, അനുസരിക്കാതെ ഇരിക്കുന്നതുമില്ല എന്ന് പറയുമ്പോൾ നീ ഒരക്ഷരം മിണ്ടിപ്പോവരുത്. നിന്റെ സംസാരം പോലും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ 7 അയലത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും നിധിയോടങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അമ്മ എന്ത് ന്യായീകരണം നിരത്തിയാലും ശരി, പ്രണവിൻ്റെയും ശിവാനിയുടെയും വിവാഹം അമ്മയായിട്ട് നടത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മയോട് ഞാൻ ഒരു ബന്ധവും ഉണ്ടാവില്ല. ഞാൻ പിന്നെ അമ്മയുടെ മകനായിരിക്കില്ല എന്ന് പറയട്ടെ. അത് കേൾക്കുമ്പോൾ വസുന്ധര പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ പെറ്റ അമ്മയെ അല്ല ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത്, പാറു എന്നാണ് വിളിക്കുന്നത്. ആ സ്ഥാനം മുഴുവനും തന്നിരിക്കുന്നത് അമ്മയ്ക്കാണ്. അതുകൂടി അമ്മ ഒന്ന് മനസ്സിലാക്കണം. അത്രമാത്രം വിശ്വാസവും അത്രമാത്രം സ്നേഹവും അടുപ്പവുമാണ് എനിക്ക് അമ്മയോട് ഉണ്ടായിരുന്നത്. എൻ്റെ ആ പ്രതീക്ഷയും സ്നേഹവും എല്ലാം തന്നെ അമ്മ തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതം അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗൗതം പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, അമ്മ ശിവാനിയുടെയും പ്രണവിൻ്റെയും കല്യാണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗൗതം പോകുന്നത്. അങ്ങനെ പാറുവും ഗോപിനാഥും പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒരു കൊലച്ചതി ഒരിക്കലും പ്രണവിനോട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പാറുവും പറയുന്നുണ്ട് കേട്ടോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. അങ്ങനെ പാറു പോയി കഴിഞ്ഞ ശേഷം ഗോപിനാഥ് പറയുന്നുണ്ട്, വസു നീ ഒന്നോർക്കണം, നമ്മുടെ കുടുംബം ഇല്ലാതാക്കാനാണ് നീ ശിവാനിയുടെയും പ്രണവിൻ്റെയും ജീവിതം ഒന്നിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. ശിവാനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തിയുണ്ടെങ്കിൽ അതൊന്ന് നീ ചൂണ്ടിക്കാണിച്ചു തായോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പെട്ടെന്ന് അങ്ങ് പതറുകയാണ്. ഒന്നും തന്നെ ശിവാനിയെക്കുറിച്ച് പറയാനാവാതെ ശിവാനിയുടെ ഭാഗത്ത് ഒരു നല്ല വശം പോലും ഇല്ല എന്ന് വസുന്ധര അറിഞ്ഞുകൊണ്ട് തന്നെ നിധിയോടുള്ള പക തീർക്കാൻ വേണ്ടി പ്രണവിനെ കരുവാക്കുകയാണ്. അങ്ങനെ ഗോപിനാഥും അങ്ങ് പോവുകയാണ് കേട്ടോ. ഒരുപാട് വസുന്ധരയെ പറഞ്ഞ ശേഷം ഗോപിനാഥും പോവുകയാണ്. അപ്പം നിധി അവിടെ നിൽക്കുകയാണ്. അപ്പം നിധിയോട് പറയാണ്, നീ കാരണമാണ് ഈ കുടുംബം ഒന്നടങ്കം എന്നെ
ഒറ്റപ്പെടുത്തുന്നത്. നീ ഇവിടെ വന്നു കയറിയ ശേഷമാണ് എൻ്റെ സ്ഥാനം ഇങ്ങനെ ആയത്. അതുകൊണ്ട് നീ ഒന്നോർത്തോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തടഞ്ഞാലും ശരി, പ്രണവിൻ്റെയും ശിവാനിയുടെയും വിവാഹം ഞാൻ നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നാളെ ശിവാനിയും പ്രണവും ഈ വീട്ടിലേക്ക് തന്നെ വരും. എന്നിട്ട് നിന്നെ കൊണ്ട് തന്നെ ഞാൻ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റിപ്പിക്കുകയും ചെയ്യും എന്ന് പറയട്ടോ. ഇത് ഞാൻ എൻ്റെ ചലഞ്ചാണ് എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, മേഡം എന്ത് ചലഞ്ചും വെച്ചിട്ടും കാര്യമില്ല. ശിവാനിയുടെയും പ്രണവിൻ്റെയും വിവാഹം ഒരിക്കലും നടക്കില്ല. അതിന് ഞാനും ഗൗതമും സമ്മതിക്കുകയുമില്ല. ഇത് എൻ്റെ ചലഞ്ചും തന്നെയാണ്. ഒരു കാര്യം, ഞാൻ ഈ ചലഞ്ചിൽ തോറ്റു കഴിഞ്ഞാൽ മേഡം പറയുന്നത് പോലെ തന്നെ ശിവാനിക്ക് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് വലതുകാല് വെച്ച് അകത്തേക്ക് കയറ്റിപ്പിക്കുന്നത് ഈ നിധി തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് നിധിയും കുറച്ച് വാശിയോടുകൂടി സംസാരിക്കുകയാണ്. അങ്ങനെ വസുന്ധര ശിവാനിയുടെയും പ്രണവിൻ്റെയും വിവാഹം നടത്തി കൊടുക്കും എന്ന് വാശിയോടുകൂടി സംസാരിച്ച ശേഷം പോവുകയാണ് കേട്ടോ. നിധിയെ തുറിച്ചു നോക്കിയിട്ടാണ് വസുന്ധര പോകുന്നത്. പിന്നീട് ഗൗതമും ഗോപിനാഥും പാറുവും നിധിയും കൂടി സംസാരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നാളെ ശിവാനിയുടെയും പ്രണവിൻ്റെയും വിവാഹം നടക്കാൻ പാടില്ല. അതിനുള്ള എന്തെങ്കിലും കാര്യം ചെയ്തേ മതിയാവൂ. നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ എന്നൊക്കെ നിധി പറയുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവുമില്ല, എന്താണ് ഇനി കാട്ടേണ്ടത് എന്നും അറിയില്ല എന്ന് പറയട്ടെ. അപ്പോൾ ഗോപിനാഥ് ചോദിക്കുന്നുണ്ട്, ചന്ദ്രബോസിൻ്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ നോക്കിയ സമയത്ത് അവിടെ ശിവാനിയും പ്രണവും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാട്ടോ. ഞങ്ങൾ അവിടെ മൊത്തത്തിൽ തിരഞ്ഞു നോക്കി, അവിടെ ഒന്നുമില്ല. പക്ഷേ അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ ശിവാനിയും പ്രണവും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അവർ എവിടെയാണ് ഒളിപ്പിച്ചത് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഗൗതം പറയാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചന്ദ്രബോസിനും ഭാര്യയ്ക്കുമെതിരെ നമുക്കൊരു പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ അത് നടക്കുമോ എന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോൾ പാറു പറയുന്നുണ്ട്, അത് ശരിയാണ് ഗൗതം, അങ്ങനെ ചെയ്താലോ. ഒരിക്കലും ശിവാനിയുടെയും പ്രണവിൻ്റെയും വിവാഹം നടക്കാൻ പാടില്ല. അവരുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഞാൻ മരിച്ചതിന് തുല്യമായിട്ട് ജീവിക്കേണ്ടി വരും. ശിവാനി ഈ വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നെ ഈ കുടുംബം തന്നെ ഇല്ലാതാക്കാനാണ് അവൾ നോക്കുകയുള്ളൂ. നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുമാണ് നോക്കുക എന്ന് പറയട്ടെ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അമ്മയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അമ്മ എപ്പോഴും ഈ കുടുംബം ഞാൻ എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അമ്മ കണ്ടില്ലേ, നിധിയോടുള്ള പക തീർക്കാൻ വേണ്ടി നമ്മുടെ പ്രണവിൻ്റെ ജീവിതമാണ് ബലിയാടാക്കുന്നത് എന്ന് ഗൗതം പറയണേ. ഇതിനൊരു വഴിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ അവർക്കെതിരെ പോലീസ് കേസ് കൊടുക്കാം, അതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ശിവാനിയെയും പ്രണവിനെയും വിവാഹം ഒരിക്കലും നടത്താനും കഴിയുകയില്ല എന്ന് പറയട്ടോ. അപ്പോൾ ആ സമയത്ത് നിധി പറയുകയാണ്, അതൊന്നും നടക്കില്ല ഗൗതം, കാരണം നമ്മളോട് പറഞ്ഞ അതേ മറുപടി തന്നെയായിരിക്കും പ്രണവ് പോലീസുകാരുടെ മുന്നിലും പറയുക. പ്രണവ് പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടിയാണ്, അവൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ പോലീസുകാരൊക്കെ അവരുടെ ഭാഗത്ത് മാത്രമാണ് നിൽക്കുകയുള്ളൂ. ഇതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, പോലീസ് കേസൊന്നും കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയട്ടെ. എങ്കിൽ എന്താണ് ഇനി ചെയ്യുക എന്ന് ഗൗതം ചോദിക്കുമ്പോൾ നിധി പറയണം, എനിക്കൊരു ഉപായം തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും നിഖിലിനെ വിളിക്കട്ടെ, എന്നിട്ട് അപ്പച്ചിയുടെ ഫോൺ ലൈവ് ലൊക്കേഷൻ അയക്കാൻ വേണ്ടി പറയാം. അങ്ങനെയാകുമ്പോൾ പ്രണവിനെയും ശിവാനിയെയും എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ പാറു പറയുന്നുണ്ട്, നിധി പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണ്, നീ നിഖിലിനെ വിളിച്ചു നോക്ക് എന്ന് പറയട്ടെ. അങ്ങനെ നിഖിലിനെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അമ്മായി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മായി റൂമിൽ എന്തോ ബാഗിൽ കുറേ ഡ്രസ്സുകളൊക്കെ ആക്കിയിട്ട് കട്ടിനടിയിൽ ആരും കാണാതെ വെച്ചിട്ടുണ്ട്. എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, എവിടേക്കോ പോവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയട്ടോ. എങ്കിൽ നീ അമ്മായി കാണാതെ അമ്മായിയുടെ ഫോണിൽ നിന്നും എനിക്ക് ഒരു ലൈവ് ലൊക്കേഷൻ അയച്ചു തായോ. പിന്നീട് എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്കറിയാം. ശിവാനിയുടെയും പ്രണവിൻ്റെയും വിവാഹം നാളെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാവും അമ്മായി അവിടേക്ക് പോവാനാവും ഒരുങ്ങുന്നുണ്ടാവുക. അപ്പോൾ അമ്മായിയെ നിരീക്ഷിച്ച് ഞങ്ങൾക്ക് അവിടെ എത്താനും കഴിയുമെന്ന് പറയട്ടോ. അങ്ങനെ നിഖിൽ പറയണം, എന്നാൽ ശരി, ഞാൻ അതുപോലെ ചെയ്തേക്കാം ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അപ്പോൾ നിധി പറയുന്ന ഈ ഒരു ഐഡിയ നല്ലൊരു ഐഡിയ തന്നെയാണ്. പ്രണവിനെയും ശിവാനിയെയും കണ്ടെത്താൻ ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ് എന്ന് ഗൗതമും പറയുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് പ്രണവാണെങ്കിലോ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ജ്യോതിർമയി വന്നിട്ട് പറയുകയാണ്, എന്താ പ്രണവ്, നീ ഒന്നും റെഡി ആയിട്ടില്ലല്ലോ, മുഹൂർത്തത്തിനൊക്കെ സമയമായിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ വിഷമിച്ചിട്ടാണ് പ്രണവ് ഇരിക്കുന്നത്. അപ്പോൾ ജ്യോതിർമയി മനസ്സിൽ കരുതുന്നുണ്ട്, ഇവനെന്താ നല്ല വിഷമമുണ്ടല്ലോ, ഈ കല്യാണത്തിൽ നിന്നെങ്ങാനും ഇവൻ പിന്മാറുമോ, ഇവൻ വേണമെങ്കിൽ വീട്ടിലുള്ളവരെ ആലോചിക്കുകയായിരിക്കും എന്നൊക്കെ സ്വയം മനസ്സിൽ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ മാറിക്കോളാം ആൻറ്റി എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പ്രണവ് അവിടെ സങ്കടത്തോടു കൂടി ഇരുന്ന് ആലോചിക്കുകയാണ്. ജ്യോതി നേരെ ചെന്ന് ശിവാനിയോട് കാര്യം പറയട്ടെ. അപ്പോഴത്തേക്കും ശിവാനി ഒരുങ്ങിയിട്ടുണ്ടാവും, സാരിയൊക്കെ മാറി മുല്ലപ്പൂവൊക്കെ ചൂടി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പറയുകയാണ്,
പ്രണവ് ഇതുവരെയും ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. നല്ല സങ്കടത്തോടു കൂടി നിരാശയോട് കൂടിയിട്ടാണ് പ്രണവ് ഇരിക്കുന്നത്. എൻ്റെ സംശയം ശരിയാണെങ്കിൽ പ്രണവ് വേണമെങ്കിൽ വീട്ടിലുള്ളവരെ ആലോചിക്കുകയാവും. ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ ശിവാനി ഇനി ഒരു കാര്യം മനസ്സിലാക്കൂ, നീ നിധിയുടെ മുന്നിൽ വീണ്ടും തോറ്റു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് അവൻ്റെ മനസ്സ് മാറാതെ നീ നോക്കിക്കോ, നീ പോയി സംസാരിക്കുക എന്ന് പറയാണ്. അങ്ങനെ ശിവാനി നേരെ പ്രണവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, എന്താ പ്രണവ്, നീ ഡ്രസ്സൊന്നും മാറിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, വീട്ടിലുള്ള അച്ഛനെയും അമ്മയെയും ഏട്ടനെയും ഏട്ടത്തെയും ഒക്കെ ഓർമ്മ വരികയാണ്. അവർ എത്രമാത്രം അധികം ആഗ്രഹിച്ചിട്ടുണ്ടാവും എൻ്റെ വിവാഹം നല്ലതുപോലെ നടത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് ആരുമില്ലാതെയല്ലേ ഈ വിവാഹം നടക്കാൻ പോകുന്നത് എന്ന് പറയട്ടെ. അപ്പോൾ ശിവാനി പറയാം, അത് ശരിയാണ്, ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും നമ്മുടെ വിവാഹത്തിന് തടസ്സം നിൽക്കുകയല്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞ് ശിവാനി പ്രണവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശിവാനിയുടെ ആ ഉപദേശം കേൾക്കുമ്പോൾ പ്രണവിന് വീണ്ടും വാശി വരികയാണ്. അത് ശരിയാണ്, എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകാത്ത എൻ്റെ വീട്ടുകാരെ ഞാൻ എന്തിന് വെറുതെ ഓർക്കണം എന്ന് മനസ്സിൽ കരുതിയ ശേഷം പ്രണവ് ഡ്രസ്സൊക്കെ മാറുകയാണ്. ഈ സമയത്ത് വസുന്ധരയാണെങ്കിലോ ശിവാനിയും പ്രണവിൻ്റെയും വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ചമഞ്ഞു പോവുകയാണ്. ഗൗതമും നിധിയും കൂടി ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ, മറഞ്ഞിരുന്ന് കാണുകയാണ്. എന്നിട്ട് വസുന്ധര പോകുന്ന വഴിയിലൂടെ ഇവരും പോകണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ വസുന്ധര കാർ എടുത്ത് പോവുകയാണ് കേട്ടോ. ഒപ്പം തന്നെ നിധിയും ഗൗതമും വസുന്ധരയെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ്.